എഡ്യൂടെക് കമ്പനികളുടെ ഒരു വലിയ സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ബൂം ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു അത്. അപ്പോൾ അതിന്റെ ഏറ്റവും ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ സൈലത്തെ പറയാം. സൈലം ഭയങ്കരമായിട്ട് കേരളത്തിൽ റിസീവിംഗ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത്രയധികം ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടായി. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഗ്ലോബലൈസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുഎഇയിൽ ഇത്തരത്തിൽ യുഎയിലെ വിദ്യാർത്ഥികളെ കേറ്റർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നീഷ് കോച്ചിങ് സെന്റേഴ്സ് പോലെയോ ഒരു ഓൺലൈൻ സംവിധാനങ്ങൾ എഡ്യൂടെക് കമ്പനി നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ്സിനുള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുൻപും പല പോഡ്കാസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു എഡ്യൂടെക് കമ്പനി നമുക്ക് ഇവിടെ ഒന്ന് ഫൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. കേരളത്തിൽ നിന്ന് ഇപ്പം ഇതുപോലുള്ള എൻക്വയറീസ് വരുന്നുണ്ട്. ഉം, ഇപ്പം ഉം. എഡ്യൂടെക് കമ്പനി മാത്രമല്ല, ഈ സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ ചെയ്യാനായിട്ടും ഈ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള യു എയിലുള്ള ആളുകളുടെ മക്കളൊക്കെ ഇപ്പം പല രാജ്യങ്ങളിൽ പോയി പഠിക്കാനൊക്കെ ആയിട്ട് റൈറ്റ് റൈറ്റ് അതെ. കേരളത്തിലുള്ള സ്റ്റഡി അബ്രോഡ് കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ബ്രാഞ്ചുകൾ ഇപ്പോൾ ഇവിടെ ഉം, ഉം. വരുന്നതുകൊണ്ട് അവർ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുകൂടാതെ ഇപ്പം നേരത്തെ ഇപ്പം അനന്തു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ സൈലമിൻ്റെ കേസിലാണെങ്കിൽ സൈലം പോലുള്ള അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ആപ്പുകൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അവർ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഉം, ഉം, ഉം. അപ്പോൾ ഇവിടെ വരുമ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, അതിപ്പം വെർച്വൽ ആവാം എന്താവാം, യു എ ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ ആളെ നിന്ന് ക്യാഷ് ഫീസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, റിപ്പീറ്റ് അഗെയിൻ, ഫീസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു അക്കൗണ്ട് വേണം. ഓ. ആ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനി വേണം. ഉം, ഉം, ആ കമ്പനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് KHDയുടെ അപ്രൂവ് വേണം, Approve. നോളജ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. അതായത് ആ, ഒരു റെഗുലേറ്ററി കൺട്രോൾ ചെയ്യുന്നൊരു ഏരിയ ആണ് ഈ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സെക്ടർ. ഡിപ്പാർട്ട്മെന്റ് അതെ. അതിപ്പോൾ ദുബായിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉം. ഷാർജയിലാണെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് അതിനുണ്ട്. ഇപ്പോൾ യു എയിലാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ജനറലായിട്ട് അതിന് കൊടുക്കുന്നുണ്ട്, അപ്രൂവൽസ് ഉണ്ട്. അപ്പോൾ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഈ KHD അപ്രൂവൽ എന്ന് പറയുന്നത് അത് മെയിൻലാൻഡിൽ മാത്രമല്ല. ഇപ്പം എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ഫ്രീ സോൺസ് ഉണ്ട്, നോളജ് പാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അക്കാഡമിക് സിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ റെഗുലേറ്ററി എന്ന് പറയുന്നത് KHD തന്നെയാണ്. ഓ ശരി. അത് മാത്രമല്ല, ഇപ്പം അതിലിപ്പോൾ ഒരു ഫ്രീ സോണിനെ സംബന്ധിച്ചിടത്തോളം മെയിൻലാൻഡ് ലൈസൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഫ്രീ സോണിൽ സ്ഥാപനം തുടങ്ങാനൊക്കെ ആയിട്ട് പറ്റും. ഉം, ഉം, ഉം. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരില്ല. അപ്പോൾ ഏത് എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യു എയിൽ അതാത് എമിറേറ്റിൻ്റെ ആരാണോ എഡ്യൂക്കേഷൻ്റെ റെഗുലേറ്ററി അവരുടെ അപ്രൂവൽ എടുക്കും. ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ കമ്പൽസറി ആണ്. കമ്പൽസറിയാണ്. അതിപ്പോ നമ്മൾ ഓൺലൈൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക് കമ്പനി ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ പോലും അത് വേണം. ഞാൻ നേരത്തെ അതിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഫീസ് നിങ്ങൾ കളക്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഇന്ന വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സെക്ടറിൽ നിങ്ങൾ ഫീസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ KHD അപ്രൂവൽ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാണ്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് KHD അപ്രൂവൽ ഇല്ലാതെ, പല പല ഇൻസ്റ്റിറ്റ്യൂട്ടും ട്യൂഷൻ സെൻറ്റേഴ്സും. പക്ഷേ ഈ നിയമമാണ് സംസാരിക്കുകയാണെങ്കിൽ KHD അപ്രൂവൽ ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ലെന്നാണ്. മാത്രമല്ല, നമ്മൾ KHD അപ്രൂവൽ എടുത്ത് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ്, KHDയുടെ സർട്ടിഫിക്കറ്റ് കൂടി ഈ കുട്ടിക്ക് കൊടുക്കാനേ സാധിക്കും. നമ്മൾ ഓൺലൈനിലൂടെ തന്നെ അതിന് പ്ലാറ്റ്ഫോം KHD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് KHDയിലെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. ഒരു വളരെ ചെറിയൊരു ഫീസ് അടച്ചുകൊണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ആ കുട്ടിക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ദുബായ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ കയ്യിലുണ്ടാവും. കയ്യിലുണ്ട്. അല്ല, നമ്മളിപ്പോൾ പറഞ്ഞത് ഈ എഡ്യൂടെക് കമ്പനികൾ ക്ലാസ്സുകൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫീസ് കളക്ട് ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ റിയാസ് ഭായി മെൻഷൻ ചെയ്തൊരു കാര്യമായിരുന്നു ഈ സ്റ്റഡി അബ്രോഡ് പോലെയുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറേ വിദ്യാർത്ഥികൾ എബ്രോഡ് പോയി UK-യിലോ കാനഡയിലോ ന്യൂസിലാൻഡിലോ ഒക്കെ പോയി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അഡ്മിഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസിക്കും ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ബാധകമുണ്ട്. അതും ഇതുപോലെ തന്നെ വെർച്വൽ അഡ്രസ്സിൽ ലൈസൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ KHDയുടെ അപ്രൂവലിന്റെ ഫീസ് കമ്പാരിറ്റീവ്ലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും കുറവാണ് അഡ്മിഷൻ സർവീസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിക്ക്. അത് അങ്ങനെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ KHDയുടെ സർട്ടിഫിക്കറ്റ്, അതായത് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു കൺസൾട്ടൻസി പോലത്തെ ഫേമാണ്. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലീഗലി അഡ്വർടൈസ് ചെയ്യാം, ഇവിടുത്തെ എല്ലാ മീഡിയകളിലും അഡ്വർടൈസ് ചെയ്യാം. കുട്ടികളെ നിന്ന് ഈ സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ട കമ്മീഷൻ കളക്ട് ചെയ്യാൻ പറ്റും ബാങ്ക് അക്കൗണ്ടിലോട്ട്. പിന്നെ ഇത് യു എയുടെ പ്രത്യേകത, ഇപ്പോൾ നമ്മൾ ദുബായിലുള്ള ട്രേഡ് ലൈസൻസ് വെച്ചിട്ട് ഇന്റർനാഷണലി പോയിട്ട് നമുക്ക് പല യൂണിവേഴ്സിറ്റികളായിട്ട് യൂറോപ്പിലോ UK-യിലോ US-ലൊക്കെ പോയിട്ട് ടൈപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ ദുബായ് അഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ത്യ മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ചുകൂടി കിട്ടും. കാരണം ഒരു ഇന്റർനാഷണൽ ബിസിനസ് ഡെസ്റ്റിനേഷൻ അപ്പീലിംഗ് ആണല്ലോ. അപ്പീലിംഗ് ആണ്. അപ്പോൾ അതാണ് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. പ്രത്യേകിച്ച് ഇപ്പോൾ UAE-ലുള്ള കുട്ടികളൊക്കെ യൂറോപ്പിൽ MBBS-ന് പോകുന്നൊക്കെ ഒരു ട്രെൻഡുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റ് കോഴ്സുകളൊക്കെ അന്വേഷിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള കൺസൾട്ടൻസി കൊടുക്കുന്ന ഫേംസ് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് അവർ പല കോച്ചിങ് ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളുടെ ഇടയിൽ തന്നെ ഇത്തരം സ്റ്റഡി അബ്രോഡ് ആളുകൾ പോയിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കുക. ഇതിനൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ KHD അപ്രൂവൽ വേണ്ടേ? നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് പിന്നെ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ സ്കൂളിൽ എൻ്റർ ചെയ്യണമെങ്കിൽ KHD അപ്രൂവലാണ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് KHD അപ്രൂവലിൻ്റെ പ്രസക്തി വരുന്നത്.